അപ്പൊ പോയിട്ട് വരാം. ഹാപ്പി ആയിട്ടിരുന്നോണം. അവനവന്റെ ആരോഗ്യം നോക്കിക്കോളാം കേട്ടോ. കേട്ടോ, കരയാൻ നിന്നിട്ടില്ല പോകുന്നു. എന്നിട്ട് കരയുന്നത് കേട്ടോ. കേട്ടോ കേട്ടോ, ഹാപ്പി ആയിട്ടിരുന്നോണം. ഒരു കുഴപ്പമില്ല. നീ പോയച്ചോ. കരയല്ലേ കരയല്ലേ കരയേണ്ട ആവശ്യമൊന്നും. ഓ നല്ലതല്ലേ നടക്കുന്നേ. കേട്ടോ, എന്തിനാ കരയുന്നത്? അയ്യോ ഭയങ്കര. ഇനി സീനാകും. പോയച്ചോ കേട്ടോ. മോനെ നിന്റെ ബാഗ് എന്തി? ഇവളെ ഇന്ന് പോകാനുള്ള ഭാഗമാണോ ഇവളെന്ന് എനിക്ക് മനസ്സിലാവാത്ത. കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ടുവിട്ടതൊക്കെ ഓർത്താ മതി. ഇന്ന് ക്ലാസ് ഉള്ള സമയം പോയി പിള്ളേരെ വണ്ടിക്കത്തിരുന്ന് സുമ്പിടും. മാത്രം ഉത്തരവാദിത്തമുള്ളൂ. എടുത്താലേ പോയി പിള്ളേരെ. എല്ലാം കൂട് താഴെ കിടക്കുന്നേ. ആട്ടെ ആട്ടെ, ഒരു കുഴപ്പമില്ല. സന്തോഷമായിട്ട് പോയിട്ട് വാ. അച്ഛാ ഓക്കെ ഓക്കെ പോയിട്ട് വാ കേട്ടോ. കൊച്ചു പറയുന്ന കേട്ടോ. എന്നാ പറഞ്ഞേ? കൊച്ചു പറയുന്ന കേട്ടോ. കൊണ്ടുവിടാൻ പോവാണോ? ആ പോയേച്ചു വാ കേട്ടോ. ഹലോ, അങ്ങനെ 2 ആഴ്ച പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചി ദേ പോവാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചേച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ നേരെ ആമീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നു. ആമീനെ മിനിഞ്ഞാന്ന് ഒന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ട് നമ്മളിനി നേരെ തിരിച്ച് ആമീനെ കൊണ്ടുവിട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതേ കുളമാവ് വന്നു. ആമീൻ എന്നിട്ട് നമുക്ക് എത്ര 3:30 ചേച്ചിക്ക് കയറണ്ടേ? ചേച്ചിക്ക് 3:30 ആകുമ്പോൾ എയർപോർട്ടിൽ കയറണം. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ പോവുകയാണ്. അപ്പം ആമീനെ ഇവിടെ ഇപ്പോൾ സമയം എത്രയോ 11 അല്ലേ? 11 സമയം. ഇനി എന്നിട്ട് നമ്മൾ നേരെ പോകണം കേട്ടോ. അപ്പോൾ 2 ആഴ്ചയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും നമ്മൾ എയർപോർട്ടിലേക്ക് പോയി ചേച്ചി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. കുഞ്ഞാത്തും വന്നിട്ടില്ല, അമ്മ വന്നിട്ടില്ല, അച്ഛൻ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് പോകുന്നത്. ഞാനും ചേട്ടയും സുമ്പും കൂടെയാണ് പോകുന്നത്. കുഞ്ഞാത്തിന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. കൊണ്ട് അച്ഛനും ഒന്നും വന്നില്ല. ഞങ്ങൾ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ട് എത്തണം. അതിന് മുമ്പായിട്ട് നമ്മൾ പോവുകയാണ്. അതിനൊത്ത് നേരത്തെ എത്തുമായിരിക്കും അല്ലേ? നമ്മൾ എത്രയില്ല 3:30 ആകുമ്പോഴത്തേക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് മാച്ച അവധിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ആമിക്കാണെങ്കിൽ വിഷമവും സങ്കടവും ഒക്കെ ആയിട്ടിരിക്കുന്നു. എന്നാലും പക്ഷേ ഇനിയിപ്പോൾ അടുത്ത മാസം അവധി ഇറങ്ങുന്നതുകൊണ്ട് കൊച്ചിനെ പിടിച്ചിട്ടിരുന്നു. അമ്മച്ചനിപ്പം തിങ്കളാഴ്ച പോയാൽ മതി എന്നൊക്കെ പറഞ്ഞായിരിക്കുന്നേ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് പുലാവ് ഉള്ളതുകൊണ്ട് മാത്രം അമ്മാച്ചൻ നേരത്തെ പോകുന്നതാണ്. പുലാവും ചിക്കനും ആണ് കേട്ടോ അവിടെ ഫേവറേറ്റ് ആയിട്ട് അല്ല അമ്മാച്ച? വീട്ടിൽ നിന്ന് പോലും ഫുഡ് കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് കഴിച്ച കപ്പ ബിരിയാണി നവോദയയിലെ മെയിൻ ഐറ്റമാണ് പുലാവും ചിക്കനും. അതുകൊണ്ട് അത് ഇന്നായതുകൊണ്ട് കറക്റ്റ് ശനിയാഴ്ച തന്നേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എയർപോർട്ടൊക്കെ പോയിട്ട് വരത്തുള്ളായിരുന്നു. മുടിയൊക്കെ വെട്ടി മൊട്ടച്ചയായിട്ടാണ് വന്നിരിക്കുന്നത്. അമേരിക്കൻ അമ്മായിയാണ് ആ മാറ്റ. നനഞ്ഞ കൂടിയ പോലെ ഇപ്പൊ നോക്കുന്നു. മുടി വെട്ടാൻ പോയപ്പോഴത്തേനും ഭയങ്കര സെറ്റപ്പായിരുന്നു. അവിടുന്ന് അവിടെ ഷാമ്പൂ ഒക്കെ ഇട്ട് മുടിയൊക്കെ പടത്തി കാണിച്ച് വീട്ടിൽ വന്ന് അമ്മച്ചി മൊത്തം എണ്ണയും വെച്ച് ഒട്ടിച്ചു വിട്ടതാ. ഇത് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിയുമ്പോ സെറ്റപ്പ് ആകും അല്ലേ അമ്മി? തിരിഞ്ഞാണിച്ച് ചെയ്ത് കൊടുത്താ കൊച്ചിന്റെ വെറൈറ്റി കുറെ വശത്തില്ല. അല്ല കാണിക്കാൻ കൂടി ഇല്ല, പേടിക്കണ്ട. ഇവക്ക് ഇങ്ങനെ അല്ലായിരുന്നു ആഗ്രഹം കേട്ടോ. ഇച്ചിരി മുട്ട അടിക്കണമെന്നായിരുന്നു കൊച്ചിന്റെ ആഗ്രഹം. അയ്യോ ഫ്രണ്ടിലോട്ട് കിടക്കല്ലെന്ന് പറഞ്ഞിട്ട് ദൈവം ഫ്രണ്ടിലോട്ട് കിടക്കുന്നുണ്ടല്ലോ. മൊത്തം ഫ്രണ്ടിലാണ്. കുത്തി വെച്ചാണ് പറയാതെ കേട്ടോ. വഴക്ക് പറഞ്ഞാലും നീ തന്നെ കേൾക്കണം. സമയത്ത് നിങ്ങൾ എന്നാ എടുക്കുവാടി?
ക്ലാസ്? ഇങ്ങോട്ട് വരുന്നത് റെസ്റ്റ് എടുക്കാനോ പിന്നെ എനിക്ക് ക്ലാസ്സിൽ ക്ലാസ്സിൽ പോകണ്ടേ നേരം പോണോ? ഇനി ഇച്ചിരി സമയമുള്ളല്ലോ. കൊണ്ടേ ഇവിടെ കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ കൊണ്ടുപോയി വിട്ടിട്ട് ബാഗ് എടുക്ക. ബാഗ് എടുക്കണ്ടേ? താല്പര്യമില്ല. പിന്നെ ഊതല്ലടാ മോനെ, മര്യാദ കേട്ടോ. അങ്ങനെ ഊതല്ല. ഒതുക്കി വെച്ചോ? ഹോസ്റ്റലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലാണ് സ്കൂൾ. അപ്പം മുകളിലോട്ടൂടെ കൊണ്ടുവിടണം അവളെ. ഹോസ്റ്റലിൽ സാധനമൊക്കെ കൊണ്ട് വെച്ചിട്ട് ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ അലക്കാനുള്ള തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അലക്കി ഇനി നമുക്ക് അത് ഹോസ്റ്റലിൽ വെച്ചിട്ട് നമുക്ക് മുകളിൽ ക്ലാസ് റൂമിൽ കൊണ്ടുവരണം. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ വരെ പോയി കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. സുമ്പിൻ്റെ സാധനം എന്നാടി? ഇതെന്നാടി? എന്നെ സാധനം കൊച്ചിൻ്റെ ഊതിൻ്റെ സാധനം ഒന്ന് ഒതുക്കി അടിച്ചേ. കൊള്ളാം. നല്ല രസമുണ്ടല്ലേ ഇതെന്താട്ടെ? ആമിയുടെ ചിക്കനും പുലാവിന്റെ മണം. ചിക്കൻ കറി ആയിട്ടാണ് റെഡി. അയ്യോ ചേട്ടൻ അടിക്കുവാ. അങ്ങനെ ആമീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ചേച്ചി സുമ്പിളോട് പോയേക്കുക. നമ്മൾ വണ്ടിക്കകത്ത് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ എന്നിട്ട് നേരെ പോകണം. ഇപ്പോൾ തന്നെ സമയം 6 തോന്നുന്നു കേട്ടോ. ഒത്തിരി സമയമായി. 12 മണി എടുത്ത് 6 നമുക്ക് 3:30 ആകുമ്പോൾ ചെല്ലണ്ട. ഇനി നമ്മൾ നേരെ പോവുക. ഇനി കഴിക്കുകയൊക്കെ വേണം. എല്ലാം കൂടെ സമയം തികയെന്ന് അറിയത്തില്ല. 3:30 വരണമല്ലേ? അപ്പോൾ നമ്മളിനി നേരെ പോകാൻ പോകും. അപ്പോൾ ചേച്ചി ഇപ്പോൾ വിട്ടിട്ട് വരും. എന്നിട്ട് നമ്മൾ നേരെ പോവുകയാണെ. നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. കഴിച്ചില്ലേ പൊന്നു? പൊന്നു അമ്മാമ്മ കഴിച്ചില്ല. ഒന്നും കഴിച്ചില്ലല്ലേ? പൊന്നിന് വിശക്കുന്നില്ലായിരുന്നോ? അത് ഐസ്ക്രീം. അതിന് ഐസ്ക്രീമാണ്. നമ്മൾ അമ്മാമ്മ കഴിച്ചു. ഞങ്ങൾ ബിരിയാണി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒരു വകയ്ക്ക് കൊള്ളില്ലാത്തൊരു ബിരിയാണി. ഒന്നും പറയണ്ട. ഒരു ചുമമരുന്ന് വാങ്ങിക്കണമായിരുന്നല്ലോ. നമുക്കിവിടെ ഇതുണ്ടോ നോക്കി. എന്നിട്ട് ചുമമരുന്ന് വാങ്ങിച്ചിട്ടങ്ങോ അല്ലേ? അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. സമയം ഇപ്പം എത്രയാട്ടെ? സമയം എത്രയാട്ടെ? 3 മണി. 3:30ക്കാണ് ചേച്ചിക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മളൊരു മെഡിക്കൽ സ്റ്റോർ തപ്പി വന്നാൽ ചേച്ചി ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ എനിക്ക് മരുന്നോട് വാങ്ങിച്ചിട്ട് പോകാൻ ഓർത്തുകൊണ്ട് മെഡിക്കൽ സ്റ്റോറും തപ്പി ഒരു റൗണ്ട് നമ്മൾ കറങ്ങി. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് അപ്പുറത്തൊന്നും ഒന്നും പറയണ്ട. വിശന്ന് നമ്മൾ വന്നിട്ട് ഇവർ ചോറാ കഴിച്ചത്. ഞാൻ ബിരിയാണിയും പറഞ്ഞു. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. എസൻസ് എല്ലാം കൂടെ ഓടിച്ച് അങ്ങോട്ട് കുഴച്ച് വെച്ചേക്കുമായിരുന്നു. ഇവരുടെ ചോറ് ആരും കഴിച്ചില്ല. ചേച്ചിയും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ ചോറും മീനും ഒക്കെ കൂട്ടി നന്നായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞ് വന്നാൽ ചേച്ചി മീനൊട്ടില്ല താനും. അയിലായിരുന്നു. അത് പക്ഷേ പഠിച്ചില്ല. അതും വിളിച്ചത്. അയ്യോ എന്നാ ബിരിയാണി ആയിരുന്നു എൻ്റെ അമ്മയെ. പിന്നെ ഇനി നമ്മൾ അകത്ത് കയറാൻ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് ചേച്ചിക്ക് അകത്ത് കയറണം. അപ്പോഴത്തേക്കും നമ്മൾ ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്നു. ദാണ്ടേക്ക് കണ്ടോ? എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറും. ചേച്ചി എന്നിട്ട് പോകും. എന്നിട്ട് പിന്നെ നമ്മൾ ചേച്ചിക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോകാനുള്ള ഒരു 4 മണിക്ക് കഴിയുമ്പോൾ നമ്മൾ പതിയെ പോലേട്ടെ. 6:30ക്കൊക്കെയാണ് ചേച്ചിക്ക് ഫ്ലൈറ്റ്. ഞങ്ങളൊരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പതിയെ ചുറ്റി കറങ്ങിയിട്ട് അങ്ങ് പോകാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. സുമ്പു ചേട്ടാ ഇങ്ങോട്ട് നോക്കിയേ. എന്നെ എടുക്കുമായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല? കൊച്ചിന് എന്നെ സാധനം വാങ്ങിച്ചാപ്പാ? അതിന്റെ പേരെന്നാ? അമ്മേ.
കണ്ടോണേ. നമ്മൾ ഇത് മറ്റേ പാഴ്സലുകാരുടെ അല്ലേ? ഇതിലേ വന്ന് കേറുന്നേ. പിന്നെ വലം വെച്ചില്ലാന്ന് വേണ്ട. വലിയ തിരക്കില്ല. ചേച്ചിനാണോ ഫോൺ അടിക്കുന്നത്? ഉമ്മോടോ? എതുവഴി കയറുന്നേ? ശരി എന്നാ. വെള്ളം അവിടെ നിന്ന് വാങ്ങിച്ചു തരാൻ പറ്റും. അപ്പുറത്ത് വാങ്ങണം. വെള്ളം നമുക്ക് വാങ്ങിച്ചു തരാം. അങ്ങനെ ചേച്ചി കയറിപ്പോയി. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഉത്സാഹമൊക്കെ ആയിരുന്നു, ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചു വിടാൻ പോകുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥയൊന്നുമല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ എന്ന് വെച്ചാൽ കരഞ്ഞു, എല്ലാവരും സന്തോഷത്തോടെ വിടുന്നത്. എന്നാലും എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വിളിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളൊന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഭയങ്കരമായിട്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്ക് അത് ഈ ഒരു അവസ്ഥയല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം 2 ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ചേച്ചി. പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, എന്തോ പല്ലിൻ്റെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സമയം ആയിപ്പോയി. ഒന്നിനുള്ള സമയം കിട്ടിയില്ല. കറക്റ്റ് 2 ആഴ്ച പ്ലാൻ ചെയ്തുവന്നു. 2 ആഴ്ച എന്ന് വെച്ചാൽ ഇന്നലെ വരെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി അങ്ങനെ വേണ്ട ഇപ്പോൾ പോകാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മളൊരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോകാനായിട്ടാണ്. അപ്പോൾ അച്ഛനമ്മയൊന്നും വന്നില്ല. എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു കേട്ടോ ചേച്ചി പോയപ്പോഴത്തേക്ക്. കാരണം ഇതിപ്പോൾ ഒരു ദിവസം വന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഭയങ്കര സങ്കടം. കാരണം വന്നിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വേറൊരു അവസ്ഥയാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഉള്ളൊരവസ്ഥയല്ല, നമ്മൾ എയർപോർട്ടിൽ വന്ന് കൊണ്ടുവിടാനായിട്ട് ആ കയറുമ്പോൾ ഉള്ളൊരവസ്ഥയെന്ന് പറഞ്ഞുണ്ടല്ലോ, നമുക്ക് പറയുന്നത് അറിയിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. ഓക്കെ, ഇല്ല വരാൻ പറ.